ഹലോ, എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും കരിപ്പട്ടി കൊണ്ട് കാപ്പി ഇട്ട് കുടിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കരിപ്പട്ടി ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ചായ നമുക്ക് ഈ പനിയായിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത്, കോഫി പൗഡർ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ചായയായിട്ട് കുടിക്കാം. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒരു 2 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് വെള്ളം തിളപ്പിക്കാം. അതിനനുസരിച്ച് ഞാനിവിടെ ഒരു കഷ്ണം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അതങ്ങോട്ടിടാം, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത്. എല്ലാവർക്കും പനിയൊക്കെ മാറിയിട്ട് വീണ്ടും എല്ലാവർക്കും പനിയൊക്കെ ആവുക. ഈ കാലാവസ്ഥയുടെ ഒരു മാറ്റമാണ്. രാത്രിയിലൊക്കെ തണുപ്പും പകല് നല്ല ചൂടും. പിന്നെ ഇനിയിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അങ്ങ് പൊടിയല്ലേ, റോഡിലൊക്കെ അങ്ങ് പൊടിയുവാണല്ലോ. അപ്പം നമുക്കതിലേക്ക് ഒരു ഏലക്ക ഇടാം. ഒന്നല്ല, ഞാൻ 2 ഏലക്ക ഇടുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടട്ടെ. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചായക്കുള്ള കരിപ്പട്ടിയും ഏലക്കായും വെള്ളവും കൂടി ഇവിടെ തിളച്ച് വരട്ടെ. നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? എല്ലാവർക്കും അങ്ങ് പനിയാണ്. പനി വന്നു കഴിഞ്ഞിട്ട് വന്നവർക്ക് വീണ്ടും അങ്ങ് പനിയൊക്കെ വരികയാണ്. ഇവിടെ അമ്മയ്ക്ക് ഇപ്പോൾ 2 ദിവസം കൊണ്ടങ്ങ് ചുമയൊക്കെ അങ്ങ് പനിയുടേതായിരിക്കും. കാരണം എനിക്കും അച്ഛനും ഒക്കെ നല്ല തുമ്മലും എല്ലാം ഉണ്ട്. അമ്മയുടെ അടുത്തൊക്കെ ചെന്നിരിക്കുന്നതല്ലേ, അമ്മയ്ക്ക് അപ്പോൾ ചുമയൊക്കെ അങ്ങ് പിന്നെ എല്ലായിടവും നല്ല ചൂടൊക്കെ ഉണ്ടോ? ഭയങ്കര ചൂടാണ് ഇവിടെ. എന്തോരം ചൂടാ, നല്ല ചൂടാണ് ഇവിടെയൊക്കെ. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി കാണുമോ? ഇപ്പോൾ ഉച്ച സമയമാണ്. ഈ ഉച്ച സമയത്താണ് എനിക്ക് ഇത്തിരി ഇതേപോലെ കരിപ്പട്ടി ചായ കുടിക്കണമെന്ന് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനതിട്ട് കുടിക്കുമ്പോൾ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കരിപ്പട്ടിയും ഏലക്കായും വെള്ളവും കൂടി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ കളർ കണ്ടോ? നല്ല കളറാണ്. ഇനി നമുക്കതിലേക്ക് ചായപ്പൊടി ഇടാം. നമുക്കൊരു 1/2 ടീസ്പൂൺ ചായപ്പൊടി ഇടാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കരിപ്പട്ടി ചായ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആ ഇലക്കരി ഒന്നും അരിച്ച് മാറ്റിയില്ല, കാരണം നമുക്ക് ഇടയ്ക്ക് ചവച്ചിരുന്നല്ലോ. വളരെ സൂപ്പർ ടേസ്റ്റാണ്. ഇനി എല്ലാവരും ഈ പനി സീസണിലൊക്കെ ഈ ചുമയും ഒക്കെ വിട്ടുമാറാത്ത സമയത്ത് ഇതുപോലെയുള്ള കരിപ്പട്ടികൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കരിപ്പട്ടി കാപ്പിയോ കരിപ്പട്ടി ചായയൊക്കെ ഇട്ട് കുടിക്കാം. ഇത് നമുക്ക് വലുതായിട്ട് ഷുഗർ കൂടുമെന്നുള്ള ഒരു പേടിയും വേണ്ട. കാരണം നമ്മൾ പഞ്ചസാരയല്ല യൂസ് ചെയ്യുന്നത്, കരിപ്പട്ടിയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഉപയോഗിക്കേണ്ട. ഇത് കരിപ്പട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുള്ളവർ ഇതുപോലൊക്കെ ഒന്ന് ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 കഷ്ണം റസ്കും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. അപ്പോഴേ എന്താ നല്ല മണം! ഏലക്കയുടെയും ഈ കരിപ്പട്ടിയൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോൾ ഒരു നല്ല മണമായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് 2 തുളസി ഇലയും കൂടി ചേർക്കാം. തുളസി ഇലയൊക്കെ പറിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങണം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അതുപോലെ തുളസി ഇലയൊക്കെ ചേർത്ത് ചായ ഇടാം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ചായകളും കാപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അതിൽ ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക.
ഞാൻ ഇനിയും എത്താം. ടാറ്റാ, ബൈ ബൈ.